പെട്ടെന്ന് ഒരു 2 മിനിറ്റ് സുഷിൻ കൂടെ വരാനുണ്ട്, എത്തിയിട്ടില്ല. അപ്പോൾ ഞാനും നേഴ്സാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രംഗാന്നാണ്. അപ്പം ഇതുവരെ ചെയ്യാത്ത കുറച്ച് കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി, കണ്ടവർക്കും തോന്നി. അപ്പം ഇന്നെന്ന് പറയാനുള്ളത് മറ്റൊന്ന് റിലീസാകാൻ പോകുന്ന പടത്തെ പറ്റി സംസാരിക്കുന്നില്ല. താങ്ക് യു. എൻ്റെ ക്യാരക്ടറുടെ പേര് സുഷിൻ ശ്യാം. ഇതൊരു മ്യൂസിക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി. കുറേ പാട്ടുകളുണ്ട്. പടം ഇറങ്ങുന്നു, എല്ലാവരും കാണണം. താങ്ക് യു. രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി എൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് ഉണ്ടെന്നുള്ളൂ. ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇല്ല, രോമാഞ്ചം സിനിമയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അല്ല, അതങ്ങനെയല്ല. അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ചം സിനിമയിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. അപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള, മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറൈസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറോട് യാതൊരു ബന്ധമില്ല. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ. അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ, അതായത് ഫുൾ ക്രൗഡോട് കൂടി ഇരുന്ന് കാണേണ്ട, എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പം നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. കൂടെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ്. ഉറക്കെ ചിരിച്ചും ഉറക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അതിന് മുകളിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ചേട്ടൻ്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്ക് പടങ്ങൾ വരുന്ന വില്ലന്മാരെ കൊണ്ട് ആ സെയിം ആ ലുക്കുകളൊക്കെ ശരിക്കും അങ്ങനെ തന്നെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി അല്ല, അങ്ങനത്തെ ഒരു കഥാപാത്രമാണോ? ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ചിത്തുവിന് പറഞ്ഞ പോലെ ചിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചുവിട്ടിട്ടില്ല. ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക,
കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുഡേജ് ഒന്നും വരാത്തതുകൊണ്ടാണ്. പുള്ളി കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? ഇനി കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. ഇതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നി. ഈ പടത്തിലുള്ള ഇക്കാടെ ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു പ്രൊമോഷൻസിലേക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കാണാൻ. ഞാൻ അല്ലെങ്കിലും പോസിറ്റീവ് അല്ലേ, ഞാൻ ഭയങ്കര പോസിറ്റീവ് അറിയാത്തോണ്ട്. ഇല്ല, അതെന്നാ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമല്ല. കുട്ടികൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ എന്തോ യൂണിയൻ ഡേ ആയിരുന്നു, അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന്. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ താങ്കൾ പറയാം മലയാള സിനിമയുടെ ഫീം ആയിട്ടുള്ള സിനിമയായിരിക്കും ഇതുള്ളത്. അപ്പോൾ താങ്കൾ ചെയ്യുന്ന എല്ലാ പടങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക, ചെയ്യുന്ന ട്രാക്കുകളായാലും ശരിയാണ് മലയാളികൾക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത്. ആവേശം എങ്ങനെ ചിത്രം തിയേറ്ററിൽ ആവേശം കൊള്ളിക്കും? ഇങ്ങോട്ട് നോക്കിയത് തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്നല്ലേ പറയാ, അങ്ങനെ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തള്ളി വെക്കുന്നത്. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ട് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോകുന്നു. ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അർജുൻ അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലുമിനാറ്റിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഇനിയും കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറങ്ങുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായരനും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച് ആവട്ടെ. കുറെ കാണാനുണ്ട്, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞെല്ലാം ഉണ്ടോ? അല്ല, അങ്ങനെയല്ലല്ലോ, അങ്ങനെ ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ.
ഈ സ്വഭാവത്തിലുള്ള സിനിമകളൊക്കെ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം എന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല, ഇതെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. സിനിമയിലാണെങ്കിലും ഡേ മോനെ എന്നുള്ളൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഡയറക്ടറിനും റൈറ്ററിൻ്റെയും മാത്രം ചോയ്സ് ആണോ അതോ ഫാഗതക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി. സെറ്റ് ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട്. ഈ 2 പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ രോമാഞ്ചം കണ്ടുകൊണ്ട് പലപ്പോഴും ആ പാട്ടുകൾ ആ സിനിമയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പലരും. അപ്പോൾ ഇതിനകത്തും ചില പാട്ടുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കിട്ടുന്നു. അപ്പോൾ ഈ വിനായകും സുഷിനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, കാരണം കുറേ ഹിറ്റ് പാട്ടുകൾ വന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ സിംഗേഴ്സ്. ഇപ്പോൾ ബാസി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, തമിഴിൽ നിന്ന് പാട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിംഗേഴ്സിനെ ചൂസ് ചെയ്യുന്നത്? ജിത്തു എനിക്ക് 25 ദിവസവും 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്നത്. നമ്മൾ 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാൻ അകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പോൾ ഒരു ടൂർ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്നതിന് വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതിൽ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്ന. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല ഇപ്പോൾ ആൽബത്തിൽ. പിന്നെ പാൽഡബിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ 2 പേരും ഇരുന്ന് ഓരോ ആൾക്കാർ തപ്പം ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാട പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബാസിയുടെ ജാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സുഷിൻ മഞ്ഞുമല്ല് ഇവിടെ മഞ്ഞുമല്ല് എന്താ വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം ഇതിൽ നോക്കുമ്പോൾ ഡക്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആസ് എ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ്? ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റെയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. അതാണ് കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്ത്. പിന്നെ എന്താ ബാസി ഇതേപോലെ സുഷിന്റെ പടത്തിൽ പാടണം എന്ന് ഇതിന് മുന്നേ ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ബാസി പറഞ്ഞു അമലേട്ടന്റെ പടത്തില് അമലേട്ടനോടൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിൽ ഇന്ന് സുഷിനോട് ചോദിക്കാറുണ്ടോ ബാസി? അതെ, എനിക്ക് അവന്റെ ജാട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി എന്ന് പറഞ്ഞപ്പോ ഒന്ന് പാടിപ്പിച്ചു, അത്രേ ഉള്ളൂ. തുടർന്നും പാടിപ്പിക്കുമോ? ഉറപ്പായിട്ട് പാടിപ്പിക്കും. So thank you so much. So Avesham Music Theatres on April 11. Thank you. Team Avesham.